ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സൈക്കോളജിയുടെ കുറേ ഭാഗങ്ങളൊക്കെ കണ്ടിരുന്നു. അതിനിടയിൽ വേറെ കുറേ വീഡിയോസൊക്കെ ചെയ്തു. ഇന്ന് വീണ്ടും സൈക്കോളജിയുടെ തന്നെ ഒരു ഭാഗമായിട്ടുള്ള ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന ഒരു പാർട്ടിലേക്ക് കിടക്കുകയാണ്. ഇന്ന് നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗങ്ങൾ meaning and definition of growth, meaning and definition of development, characteristics of growth and development, principles of development and factors affecting development. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്താണ് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഗ്രോത്ത് എന്നുള്ളത്. ഗ്രോത്ത് എന്ന് പറയുന്നത് ഡയമെൻഷണൽ ഓഗ്മെൻറ്റേഷൻ ആണ്, സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതോടൊപ്പം തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചസ് ഇൻ സൈസ്, വെയ്റ്റ് ആൻഡ് ലെങ്ത്, നമ്പർ, അങ്ങനെ നമുക്ക് ഉണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളെയും നമുക്ക് എന്ത് പറയാം? ഗ്രോത്ത് എന്ന് പറയാം. ഡയമെൻഷണൽ ഓഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഡയമെൻഷണലായിട്ട് വർധനവുണ്ടാവുക, നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അതിനെ നമ്മൾ എന്ത് പറയുന്നു? ഗ്രോത്ത് എന്ന് പറയുന്നു. ദെൻ സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ, നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന സെല്ലുകളുടെ മൾട്ടിപ്ലിക്കേഷൻ. നമ്മൾ ചെറുപ്പകാലത്ത് എങ്ങനെയിരുന്നോ അതുപോലെയല്ല, വലുതാകും തോറും നമുക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും, നമ്മുടെ സെല്ലുകൾക്കും വളർച്ചയുണ്ടാകും. അപ്പോൾ സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷൻ, ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചസ് ഇൻ സൈസ്, വെയ്റ്റ് ആൻഡ് ലെങ്ത്, നമ്മുടെ സൈസിൽ, നമ്മുടെ വെയ്റ്റിൽ, നമ്മുടെ ലെങ്ത്തിൽ ഒക്കെ നമുക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കും. നമ്മൾ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സൈസ് അല്ല നമ്മൾ വലിയ കുട്ടിയാകുമ്പോൾ ഉണ്ടാവുക. അതുപോലെ നമുക്ക് ഒരു 2 വയസ്സുള്ള ഒരു കുട്ടിയുടെ വെയ്റ്റ് അല്ല ഒരു 20 വയസ്സാകുമ്പോൾ ഉണ്ടാവുക. അതുപോലെ നമ്മുടെ ലെങ്ത്തിൽ ഒക്കെ മാറ്റം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസിനെല്ലാം നമ്മൾ എന്താണ് പറയുന്നത്? ഗ്രോത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയമെൻഷണൽ ആയിട്ടുള്ളൊരു ഓഗ്മെൻറ്റേഷനെ, സെല്ലുലാർ മൾട്ടിപ്ലിക്കേഷനെ, അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ചേഞ്ചസ് ഇൻ സൈസ്, വെയ്റ്റ് ആൻഡ് ലെങ്ത്, ഇതെല്ലാം തന്നെ ഗ്രോത്ത് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ ഹെർലോക്ക് പറഞ്ഞിട്ടുള്ള ഡെഫിനിഷനാണ്: ഗ്രോത്ത് ഈസ് ചേഞ്ച് ഇൻ സൈസ് ഇൻ പ്രപ്പോർഷൻ, ഡിസപ്പിയറൻസ് ഓഫ് ഓൾ ഫീച്ചേഴ്സ് ആൻഡ് അക്വിസിഷൻ ഓഫ് ന്യൂ വൺസ്. അതായത് നമ്മുടെ വലിപ്പത്തിലും പ്രപ്പോർഷനിലും ഉണ്ടാകുന്ന മാറ്റത്തെയും അതോടൊപ്പം പഴയ സവിശേഷതകളെല്ലാം ഡിസപ്പിയർ ചെയ്ത് പുതിയ സവിശേഷതകൾ അക്വയർ ചെയ്യുന്നതിനെയുമാണ് വളർച്ച എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു സൈസിലുണ്ടാകുന്ന മാറ്റം, നമ്മുടെ പ്രപ്പോർഷനിലുണ്ടാകുന്ന മാറ്റം, അതുപോലെ നമ്മുടെ പഴയ ഫീച്ചേഴ്സൊക്കെ പോയിട്ട്, ഇപ്പോൾ പല്ലുകളുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജനിച്ചപ്പോൾ നമുക്കുണ്ടാകുന്ന പല്ലുകളല്ല കുറച്ച് വളരുമ്പോൾ ഉണ്ടാവുക. കുറച്ച് നാൾ കഴിയുമ്പോൾ പഴയ പല്ലുകളൊക്കെ പോയി നമുക്ക് പുതിയ പുതിയ പല്ലുകളൊക്കെ വരും. അപ്പോൾ അതുപോലെ ഡിസപ്പിയറൻസ് ഓഫ് ഓൾഡ് ഫീച്ചേഴ്സ്, നമ്മുടെ ഓൾഡ് ഫീച്ചേഴ്സൊക്കെ പോയി നമ്മൾ പുതിയൊരെണ്ണം അക്വിസിഷൻ അല്ലെങ്കിൽ അക്വയർ ചെയ്യുന്നതിനെയാണ് വളർച്ച എന്ന് പറയുന്നത്. അപ്പോൾ ഓവറോളായിട്ട് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ശരീരത്തിൽ, നമ്മുടെ ഫിസിക്കലായിട്ടുണ്ടാകുന്ന എല്ലാ മാറ്റത്തെയും എല്ലാ വളർച്ചയെയാണ് നമ്മൾ ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ വളർച്ചയാണ് ഗ്രോത്ത് എന്ന് ഇവിടെ അർത്ഥമാക്കുന്നത്. അത് ബോഡിയുടെ സൈസിലാകാം, ലെങ്ത്തിലാകാം, അതല്ലെങ്കിൽ നമ്മുടെ വെയ്റ്റിലാകാം. എന്തിൽ വരുന്ന മാറ്റത്തെയും ഗ്രോത്ത് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. നെക്സ്റ്റ് ആണ് ഡെവലപ്മെൻറ്റ്. ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എ സീരീസ് ഓഫ് പ്രോഗ്രസീവ്, ഓർഡർലി ആൻഡ് മീനിങ് ചേഞ്ചസ് ലീഡിങ് ടു ദ ഗോൾ ഓഫ് മെച്യൂരിറ്റി. അതായത് പക്വതയുടെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന പുരോഗമനപരവും ചിട്ടയുള്ളതും അർത്ഥവത്തായതുമായ മാറ്റങ്ങളുടെ ഒരു ശ്രേണിയെയാണ് വികാസം എന്ന് പറയുന്നത്. അതായത് പക്വതയുടെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ മെച്യൂരിറ്റിയിലേക്ക് എത്തിക്കുന്ന, നമുക്ക് പുരോഗമനപരമായിട്ട്, അതായത് പ്രോഗ്രസീവ് ആയിട്ടുള്ളതും ഒരു ഓർഡർ ഉള്ളതും ഒരു മീനിങ് ആയിട്ടുള്ള ഒരു ശ്രേണിയെയാണ് വികാസം എന്ന് പറയുന്നത്. ഇപ്പോൾ ഡെവലപ്മെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? നമുക്കൊരു കാര്യം, നമ്മൾ ചെറുപ്പ കാലഘട്ടങ്ങളിൽ നമ്മൾ പഠിച്ച ഒരു കാര്യത്തിൻ്റെ മുകളിൽ നമ്മൾ മറ്റൊരു കാര്യം പഠിക്കും. അതായത് പ്രോഗ്രസീവാണ്. അപ്പോൾ അല്ലേ? ഇപ്പോൾ നമുക്കൊരു ഫസ്റ്റിൽ നമുക്കുണ്ടാകുന്ന ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു. ആ ഫിസിക്കൽ ഡെവലപ്മെൻറ്റിൻ്റെ മുകളിലാണ്, അതായത് പ്രോഗ്രസീവ് ആയിട്ടാണ് നമുക്ക് അടുത്തൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. അത് ഓർഡർ ആയിട്ടായിരിക്കും പോവുക, ഒന്ന് കഴിഞ്ഞിട്ട് ഡിസോർഡർ ആയിട്ടല്ല അടുത്തത് ഉണ്ടാവുക. ഇപ്പോൾ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് നമുക്ക് ചെറുപ്പത്തിൽ, കൊച്ചു കുട്ടിയായിരിക്കും നമുക്ക് ഉണ്ടാവില്ല, നമ്മൾ വളർന്ന് മെച്യൂരിറ്റിയിലേക്ക് എത്തുമ്പോഴായിരിക്കും നമുക്ക് എന്തുണ്ടാവുന്നത്? ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെന്താണ്? ഒരു ഓർഡർ ഉണ്ട്. ഇന്ന ഒരു ഡെവലപ്മെൻറ്റ്
ഡെവലപ്മെൻറ്റ് കഴിയുമ്പോൾ അടുത്ത ഡെവലപ്മെൻറ്റ് വരുന്നു. ഇപ്പോൾ വാല്യൂ ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് ഏറ്റവും ഹയർ ലെവലിലുള്ള ഡെവലപ്മെൻറ്റാണ്. ഈ വാല്യൂ ഡെവലപ്മെൻ്റ് ഒക്കെ നമുക്ക് ചെറുപ്പ കാലഘട്ടത്തിൽ ഉണ്ടാവണം നിർബന്ധമില്ല. അപ്പോൾ അതൊരു ഓർഡറാണ്. നമുക്ക് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു, അതിനുശേഷം നമുക്ക് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു, പിന്നെ മോറൽ ഡെവലപ്മെൻറ്റ്, വാല്യൂ ഡെവലപ്മെൻറ്റ്, സെക്ഷൽ ഡെവലപ്മെൻറ്റ്, അങ്ങനെ പല ഡെവലപ്മെൻറ്റും നമുക്ക് ഇത്തരത്തിൽ പ്രോഗ്രസീവായിട്ടും ഓർഡറായിട്ടും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? പക്വതയുടെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന മാറ്റങ്ങളാണ്. പക്വതയുടെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന മാറ്റങ്ങളുടെ ഒരു ശ്രേണി. ആ ശ്രേണി എന്ന് പറയുന്നത് എങ്ങനെയാണ്? പ്രോഗ്രസീവുമാണ്, അതോടൊപ്പം തന്നെ ഓർഡർ ഉള്ളതുമാണ്. അതിനെയാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഡെഫിനിഷൻ. ഇതും ഹെർലോക്ക് തന്നിരിക്കുന്ന ഒരു ഡെഫിനിഷൻ തന്നെയാണ്. അപ്പോൾ രണ്ടും ഓർക്കാൻ സുഖമാണ്. ഗ്രോത്തിൻ്റെ ഡെഫിനിഷനും അതോടൊപ്പം തന്നെ ഡെവലപ്മെൻറ്റ് ഡെഫിനിഷൻ തന്നിരിക്കുന്നു ഹെർലോക്ക് തന്നെയാണ്. അദ്ദേഹം പറയുന്നത് ഡെവലപ്മെൻറ്റ് ഈസ് എ പ്രോഗ്രസീവ് സീരീസ് ഓഫ് ചേഞ്ചസ് ദാറ്റ് ഒക്കർ ഇൻ ആൻ ഓർഡർലി പ്രിഡിക്റ്റബിൾ പാറ്റേൺ ആസ് എ റിസൾട്ട് ഓഫ് മെച്യൂറേഷൻ ആൻഡ് എക്സ്പീരിയൻസ്. പക്വതയുടെയും അനുഭവത്തിൻ്റെയും ഫലമായി ക്രമമായി പ്രവചിക്കാവുന്ന പാറ്റേണിൽ സംഭവിക്കുന്ന മാറ്റങ്ങളുടെ പുരോഗമന പരമ്പരയാണ് വികാസം. അതായത് നമുക്ക് എന്തെങ്കിലും, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് പ്രോഗ്രസീവായിട്ടുള്ള സീരീസിലാണ് ഉണ്ടാകുന്നത്. നമുക്ക് നമ്മുടെ മെച്യൂറേഷൻ, നമ്മൾ അറ്റൈൻ ചെയ്യുന്ന മെച്യൂറേഷൻ്റെയും അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന എക്സ്പീരിയൻസിൻ്റെയും ഒരു റിസൾട്ടായിട്ട് നമുക്ക് എന്തുണ്ടാകുന്നു? നമുക്ക് സ്വന്തമായിട്ട് ഒരു മാറ്റമുണ്ടാകുന്നു. നമുക്കൊരു ക്രമമായിട്ട് പ്രവചിക്കാവുന്ന രീതിയിൽ, അതായത് പ്രെഡിക്റ്റബിൾ പാറ്റേണിൽ, ഓർഡറോട് കൂടിയിട്ടൊരു പ്രെഡിക്റ്റബിൾ പാറ്റേണിൽ നമുക്കൊരു പ്രോഗ്രസീവ് സീരീസിൽ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. ആ മാറ്റത്തിനെയാണ് ഇവിടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വളർച്ച എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലെങ്ത്തിലും നീളത്തിലും വീതിയിലും ഒക്കെ വരുന്ന മാറ്റമാണ് എന്നുണ്ടെങ്കിൽ, ഇത് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഉള്ളിലെ, അതായത് ഇൻറ്റേർണലായിട്ട് സംഭവിക്കുന്നതാണ്. മറ്റേത് എക്സ്റ്റേണൽ ആണെങ്കിൽ ഡെവലപ്മെൻറ്റ് ഇൻറ്റേർണലായിട്ട് സംഭവിക്കുന്നതാണ്. അതായത് പക്വതയുടെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന നമുക്ക് പ്രോഗ്രസീവ് ആയിട്ടുള്ളതും ഓർഡർ ആയിട്ടുള്ളതും മീനിങ് ഫുള്ളായിട്ടുള്ള ചേഞ്ചസിൻ്റെ ഒരു ശ്രേണി, ഒരു സീക്വൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വികാസം എന്ന് പറയുന്നത്. അപ്പോൾ അതുണ്ടാകുന്നത് എങ്ങനെയാണ്? മെച്യൂറേഷൻ്റെയും എക്സ്പീരിയൻസിൻ്റെ റിസൾട്ട് കൊണ്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ഈ പറയുന്ന വികസനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രോത്ത് ആണ്. ഗ്രോത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തേതാണ് ഗ്രോത്ത് റേറ്റ് ഈസ് നോട്ട് യൂണിഫോം. അത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഗ്രോത്ത് റേറ്റ് ഒരിക്കലും യൂണിഫോം ആവില്ല. എന്തുകൊണ്ടാണ് യൂണിഫോം ആവാത്തത്? കാരണം ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്. ഒരു വ്യക്തിയെ പോലെയല്ലല്ലോ മറ്റൊരു വ്യക്തി. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു വ്യക്തി എടുക്കുമ്പോൾ ഗ്രോത്ത് ഉണ്ട്, പക്ഷേ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ ഹൈറ്റിലായിക്കോട്ടെ വെയ്റ്റിലായിക്കോട്ടെ എപ്പോഴും മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നായിരിക്കും. അത് നമുക്ക് ഇതുപോലെ സംഭവിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരേ പാറ്റേണിൽ സംഭവിക്കാമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ചില കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, ഓ പ്രായത്തിൻ്റെ അത്ര വളർച്ചയില്ലല്ലോ, അല്ലെങ്കിൽ പ്രായത്തിൽ കവിഞ്ഞ വളർച്ചയാണല്ലോ. അത് ഗ്രോത്ത് എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ഹൈറ്റിലായിക്കോട്ടെ ചില കുട്ടികൾ, ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ കൂടെ നടക്കുന്ന നമ്മുടെ ഫ്രണ്ട്സിനെ തന്നെ നമുക്ക് എടുത്താൽ മനസ്സിലാക്കാൻ പറ്റും. ഒരേ ഏജൊക്കെ ആയിരിക്കും, പക്ഷേ നിങ്ങളുടെ ഹൈറ്റിൽ വ്യത്യാസം ഉണ്ടാകും, നിങ്ങളുടെ വെയ്റ്റിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരിക്കലും യൂണിഫോം ആയിട്ടുള്ള ഒന്നല്ല. അതോടൊപ്പം തന്നെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഗ്രാജുവൽ ആൻഡ് കണ്ടിന്യൂസ് ആണ്. അതായത് പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവില്ല, ഗ്രാജുവലായിട്ടാണ് എല്ലാം സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ജനിച്ച് വീഴുന്ന അന്ന് മുതൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അന്നുണ്ടാകുന്ന ഒരു ഗ്രോത്ത് പാറ്റേൺ അല്ല ഇപ്പോൾ ഉണ്ടാവുക. നേരെ മറിച്ച് എങ്ങനെയാണ്? ഗ്രാജുവലാണ്. ചെറുപ്പത്തിൽ നമുക്ക് ചില വളർച്ചകൾ ഉണ്ടായി വരുന്നു. ദെൻ പതുക്കെ അത് കൂടി വരുന്നു. പിന്നെ ഓരോ ഭാഗങ്ങളിലേക്ക്, പർട്ടിക്കുലർ ആസ്പെക്ട്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കാലഘട്ടത്തിലും കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ദെൻ ചേഞ്ചസ് ഇൻ ദ പർട്ടിക്കുലർ ആസ്പെക്റ്റ് ഓഫ് എ ബോഡി. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, പർട്ടിക്കുലർ ആസ്പെക്റ്റ് ഓഫ് ബോഡിയാണ്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും നമുക്ക് വളർച്ച ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് നമുക്ക് ഓരോ സമയങ്ങളിലാകുമ്പോൾ, ഇപ്പോൾ അഡോൾസൻസിൻ്റെ ഏജൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും ഗ്രോത്ത് റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും. ആൺകുട്ടികളെക്കാൾ കുറച്ചുകൂടെ ഗ്രോത്ത് റേറ്റ് കൂടുതലായിരിക്കും പെൺകുട്ടികൾക്ക്. ഇപ്പോൾ ബ്രസ്റ്റിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് എൻലാർജ് ചെയ്യുകയും ഹിപ്പിന് എൻലാർജ്മെൻറ്റ് ഉണ്ടാവുകയൊക്കെ ചെയ്യും അഡോൾസൻസിൻ്റെ ഒരു പീരീഡിൽ ഗേൾസിന്. ദെൻ ബോയ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ എൻലാർജ്മെൻറ്റ് ഓഫ് മസിൽസ്, ദെൻ അണ്ടർ ആംസിലും ഒക്കെ എന്താണ്
രോമങ്ങളൊക്കെ വളരാൻ തുടങ്ങും, അതുപോലെ താടി മീശയും വരാൻ തുടങ്ങും. ഇതൊക്കെ എന്നൊക്കെ പറയുന്നത് ഗ്രോത്താണ്. അപ്പോൾ പർട്ടിക്കുലർ ആസ്പെക്റ്റിൽ എന്താണ് നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഗ്രോത്തിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ദെൻ ക്യുമുലേറ്റീവ് ആണ്. എന്തുകൊണ്ടാണ് ക്യുമുലേറ്റീവ് എന്ന് പറയാൻ കാരണം, ഒരു വളർച്ചയുടെ മുകളിൽ മറ്റൊരു വളർച്ച ഉണ്ടാവുക ചെയ്യുന്നത്, കൂടി കൂടി ചേർന്ന് പോവുക. അല്ലാതെ ഒരു വളർച്ച ഉണ്ടായിട്ട് നെക്സ്റ്റ് ഒരു വളർച്ച നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ ഈ താഴെ ഉണ്ടായ വളർച്ച ഇല്ലാണ്ടാവണില്ല, മറിച്ച് എന്താണ് അതിൻ്റെ മുകളിലാണ് ഉണ്ടാകുന്നത് നെക്സ്റ്റ് വളർച്ച. അപ്പോൾ ക്യുമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു വളർച്ചയുടെ മുകളിൽ അടുത്ത വളർച്ച ഉണ്ടാകുന്നു. ഓക്കെ, ഇപ്പോൾ കുട്ടി നടക്കാനായിട്ട് പഠിക്കുന്നതിന് മുമ്പ് ഇരിക്കാൻ പഠിക്കുന്നു, ഇരിക്കാൻ പഠിച്ചതിന് ശേഷം നടക്കാൻ പഠിക്കുന്നു. അപ്പോൾ നടക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇരിക്കാൻ മറക്കുന്നില്ല, ഇരിക്കുന്ന ആ ഒരു ഗ്രോത്ത് കുട്ടിക്ക് ഉണ്ടാവാതിരിക്കുന്നില്ല. കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, പിന്നീട് ഇരിക്കുകയും ചെയ്യുന്നുണ്ട്, പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യുമുലേറ്റീവ് ആയിട്ടാണ്. അതായത് ഒന്ന് പോയി എന്ന് വെച്ച് മറ്റൊന്ന്, ഒന്ന് വന്നു എന്ന് വെച്ചിട്ട് മറ്റൊന്ന് നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ഡെഫിനിറ്റ് സീക്വൻസ് ആൻഡ് പ്രെഡിക്റ്റബിൾ പാറ്റേൺ. ഡെഫിനിറ്റ് സീക്വൻസ് ആൻഡ് പ്രെഡിക്റ്റബിൾ പാറ്റേൺ നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് ഓരോ ഏജിലും സംഭവിക്കുന്നതിന് ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള സീക്വൻസ് ഉണ്ട്. ഇപ്പോൾ കുട്ടികൾ ജനിച്ച അന്ന് മുതലുള്ള കാര്യങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഒരു 3 മാസമൊക്കെ ആകുമ്പോഴേക്കും കുട്ടി കമിഴ്ന്ന് തുടങ്ങാനായിട്ട് തുടങ്ങും. അത് കഴിഞ്ഞൊരു 6 മാസം ആകുമ്പോഴേക്കും കുട്ടി മുട്ടിലെഴയാനായിട്ടുള്ള രീതിയിലേക്ക് പോകും. അങ്ങനെ നമ്മൾ ഓരോരോ സമയത്ത് ഓരോരോ പാറ്റേണുകളുണ്ട്. അപ്പോൾ ആ പാറ്റേണിലേക്ക് നമ്മൾ എന്താണ് ഡെഫിനിറ്റ് ആയിട്ട് നമ്മൾ പറയുന്ന പാറ്റേൺ. ഇപ്പോൾ 1 വയസ്സാകുമ്പോൾ കുട്ടി നടക്കാനായിട്ട് തുടങ്ങും, അല്ലെങ്കിൽ പിടിച്ച് നിൽക്കും, കുട്ടിക്ക് പല്ല് വരും. അങ്ങനെയുള്ള ഒരുപാട് ഡെഫിനിറ്റ് ആയിട്ടുള്ള സീക്വൻസ് ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പ്രെഡിക്റ്റബിളുമാണ്. കാരണം നമുക്കറിയാം ഈ ഒരു ഏജിൽ ഉള്ള കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ഗ്രോത്ത് എന്ന് പറയുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇന്നൊരു ഗ്രോത്ത് ഉണ്ടായാൽ ഇനി അടുത്തത് ഉണ്ടാകാൻ പോകുന്നത് ഇന്നതാണ്. ഇപ്പോൾ അഡോൾസൻസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെൺകുട്ടികളുടെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം അതെന്താണ് പ്രെഡിക്റ്റബിൾ ആണ്, അത് ഗ്രോത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുപോലെ ആൺകുട്ടികൾക്കാണെങ്കിൽ നോക്ടേണൽ എമിഷൻ ഉണ്ടാകുന്നത് അതും ഒരു പ്രെഡിക്റ്റബിൾ പാറ്റേണിലുള്ളതാണ്. നമുക്ക് ഇന്നൊരു ഏജിൽ സംഭവിക്കുമെന്ന് പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഡെഫിനിറ്റ് ആയിട്ട് സീക്വൻസ് ആണ്. ഇപ്പോൾ മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പെൺകുട്ടി ആയതുകൊണ്ട് 1ാമത്തെ വയസ്സിൽ സ്റ്റാർട്ട് ചെയ്യില്ല. അതിനൊരു ഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു സീക്വൻസ് ഉണ്ട്. 1 കഴിഞ്ഞ് 1 എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു പ്രെഡിക്റ്റബിൾ പാറ്റേണും ഗ്രോത്തിന് പറയുന്നുണ്ട്. ദെൻ ഇറ്റ് ഈസ് മോർ റാപ്പിഡ് ഇൻ ഏർലി ഇയേഴ്സ്. അതായത് ചെറുപ്പ സമയത്ത്, ഇപ്പോൾ കൊച്ചുകുട്ടിയായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും, നമ്മൾ നോക്കി നിൽക്കെ ഈ കുട്ടി പെട്ടെന്ന് വളരുന്നുണ്ടായിരിക്കും. അതായത് റാപ്പിഡാണ്, പെട്ടെന്ന് തന്നെ ഗ്രോത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഇത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്, നമുക്ക് മെഷർ ചെയ്യാം. കാരണം നേരത്തെ പറഞ്ഞല്ലോ, ഗ്രോത്ത് എന്ന് പറയുന്നത് ലെങ്ത്തിൽ, അതുപോലെ വെയ്റ്റിൽ, നമ്മുടെ നമ്പറിൽ ഒക്കെ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് ആണ് എന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗ്രോത്ത് എന്ന് പറയുന്നത് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ഇപ്പോൾ വെയിറ്റ് ഒക്കെ നോക്കാനായിട്ട് നമുക്ക് വെയിറ്റ് മെഷീനിൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ലെങ്ത്ത് നമുക്ക് അളക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെന്നൊക്കെ പറയുന്നത് എന്താണ്, ക്വാണ്ടിറ്റേറ്റീവായിട്ട് നമുക്കൊരു നമ്പർ കൃത്യമായിട്ട് കിട്ടും, ഇത്രയാണ് വെയിറ്റ്, ഇത്രയാണ് ഹൈറ്റ് എന്നുള്ളത്. അപ്പോൾ ഗ്രോത്ത് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവാണ്. അപ്പോൾ ഇത്രയുമാണ് ഗ്രോത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. അതായത് ഗ്രോത്ത് റേറ്റ് ഈസ് നോട്ട് യൂണിഫോം, ഗ്രാജുവൽ ആൻഡ് കണ്ടിന്യൂസ്, ദെൻ ചേഞ്ചസ് ഇൻ ദ പർട്ടിക്കുലർ ആസ്പെക്ട് ഓഫ് ബോഡി, ക്യുമുലേറ്റീവ്, ഡെഫിനിറ്റ് സീക്വൻസ് ആൻഡ് പ്രെഡിക്റ്റബിൾ പാറ്റേൺ, ഇറ്റ് ഈസ് മോർ റാപ്പിഡ് ഇൻ ഏർലി ഇയേഴ്സ് ആൻഡ് ഇറ്റ്സ് ക്വാണ്ടിറ്റേറ്റീവ്. നെക്സ്റ്റ് വണ്ണാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡെവലപ്മെൻറ്റ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ മറ്റത് പർട്ടിക്കുലർ ആസ്പെക്റ്റ് ഓഫ് ബോഡി ആണെങ്കിൽ ഇത് ഓവറോൾ ചേഞ്ചസ് ആണ്, നമുക്ക് മൊത്തത്തിലുണ്ടാകുന്ന ഒരു മാറ്റമാണ്. ഇത് നമുക്ക് എന്തെങ്കിലും ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായാൽ നമ്മളെ മൊത്തത്തിൽ അത് ബാധിക്കും. ഓക്കെ, അപ്പോൾ ഓവറോൾ ചേഞ്ചസ് ആണ് ഡെവലപ്മെൻറ്റ് പറയുന്നത്. ദെൻ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ആണ്, നമുക്ക് ഇത്ര ഡെവലപ്മെൻറ്റ് ഉണ്ടായി എന്ന് നമുക്കൊരിക്കലും ഒരു നമ്പർ വൈസിൽ എനിക്കൊരു 20% ഡെവലപ്മെൻറ്റ് ഉണ്ടായി, അല്ലെങ്കിൽ എനിക്കൊരു 30% ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഡെവലപ്മെൻറ്റ് ഉണ്ടായി എന്നുള്ളത് ഓക്കെ, ആ കുട്ടിയുടെ ഒരു ബിഹേവിയർ നമുക്ക് മനസ്സിലാക്കാം. ഇത്ര ഉണ്ടായി എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റ് ആണ്. ദെൻ ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. അതായത് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. നമ്മൾ ജനിച്ച അന്ന് മുതൽ മരിക്കുന്ന വരെ നമുക്ക് ഓരോ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. അതായത് വോംബ് ടു ടോംബ് പ്രോസസ്സാണ് ഇത് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കേട്ടറ്റിനൊക്കെ ചോദിക്കും, വോംബ് ടു ടോംബ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്, ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ജനിച്ച അന്ന് മുതൽ മരിക്കുന്നത് വരെ നമുക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊരു ഡെവലപ്മെൻറ്റ്
ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇനി നമ്മളിപ്പോൾ ഡെവലപ്മെൻറ്റിനെയും ഗ്രോത്തിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഗ്രോത്ത് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണെന്ന് പറയുമെങ്കിലും അതൊരു സെർട്ടേൺ ഏജ് കഴിഞ്ഞാൽ നമ്മുടെ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്ന ആ സമയത്ത് അത് സ്റ്റോപ്പാകും. പക്ഷേ ഡെവലപ്മെൻറ്റ് അങ്ങനെയല്ല, മെച്യൂരിറ്റി അറ്റൈൻ ചെയ്താലും നമുക്ക് ആ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ചില ഡെവലപ്മെൻറ്റുകൾ അത് നമ്മൾ മരിക്കുന്ന അന്ന് വരെ നമുക്കതുണ്ടാകും. ചിലപ്പോൾ നമ്മുടെ സ്വഭാവത്തിലുണ്ടാകുന്ന വേരിയേഷൻസ്, ഇപ്പോൾ ആദ്യം നല്ലൊരു സ്വഭാവമായിരുന്നിരിക്കും, പക്ഷേ ചിലപ്പോൾ വയസ്സാകുന്നതോറും മോശമൊരു സ്വഭാവത്തിലേക്കാണ് പോകുന്നത്. ഇതൊക്കെ എന്താണ്, നമുക്കുണ്ടാകുന്ന ചേഞ്ചസ് ആണ്, നമുക്കുണ്ടാകുന്ന ഡെവലപ്മെൻറ്റുകളാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെവലപ്മെൻറ്റ് 3 ക്യാരക്ടറിസ്റ്റിക്സ്: ഓവറോൾ ചേഞ്ചസ്, ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ്, ദെൻ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെൻ്റ് ആണ്. അതിൽ ആദ്യത്തേതാണ് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഹെറിഡിറ്റി ആൻഡ് എൻവിയോൺമെൻറ്റ്. അപ്പോൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഹെറിഡിറ്റിയും എൻവിയോൺമെൻറ്റിൻ്റെയും ഇൻട്രാക്ഷൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഒന്നാണെന്നാണ്. നിങ്ങൾക്കറിയാലോ, ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ഹെറിഡിറ്റി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് അല്ലേ. ഹെറിഡിറ്റി, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും അത് പാരമ്പര്യമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഡെവലപ്മെൻറ്റുകൾ നമുക്കുണ്ടാവും. അച്ഛൻ്റെയും അമ്മയുടെയും ഗുണങ്ങളുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഗുണങ്ങളായിരിക്കാം. നമുക്ക് പറയാൻ പറ്റില്ല ഏത് രീതിയിലുള്ള ഡെവലപ്മെൻറ്റാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ ഹെറിഡിറ്റിക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് ഡെവലപ്മെൻറ്റിൽ. അത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ്, അതായത് പ്രീനാറ്റൽ ആയിട്ടുള്ള അവസ്ഥ മുതൽ പോസ്റ്റ് നാറ്റൽ ആയിട്ടുള്ള ആ ഒരു സമയത്ത് വരെ നമുക്ക് എന്തുണ്ടാവുന്നുണ്ട്, ഈ ഡെവലപ്മെൻറ്റിന് ഹെറിഡിറ്റി ഒരുപാട് ബാധകമായിട്ട് വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെയാണ് എൻവിയോൺമെൻറ്റ്. നമ്മൾ വളരുന്ന ഒരു സാഹചര്യം, അതായത് നമ്മൾ ഇതുപോലെ തന്നെ ഇൻറ്റേർണൽ എൻവിയോൺമെൻറ്റും എക്സ്റ്റേണൽ എൻവിയോൺമെൻറ്റും നമ്മളെ ഒരു പരിധിയിലധികം നമ്മളുടെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ അമ്മയുടെ മെൻ്റൽ സ്റ്റാറ്റസ്, അമ്മയുടെ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഈ ഒരു പ്രഗ്നൻസി പീരീഡിൽ എങ്ങനെയായിരുന്നു, അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടിയുടെ ഡെവലപ്മെൻറ്റിന്. അതുപോലെ തന്നെ ആ സമയത്ത് അമ്മ എടുക്കുന്ന ഭക്ഷണങ്ങൾ, ഇതെല്ലാം തന്നെ കുട്ടിയുടെ എന്തിനെ ബാധിക്കുന്നുണ്ട്, ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ കുട്ടി പുറത്തേക്ക് വന്നാൽ ആ കുട്ടി വളരുന്ന ഒരു എൻവിയോൺമെൻ്റ് ഉണ്ട്. ആ എൻവിയോൺമെൻറ്റിൽ ഇപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ ആഗ്രഹിച്ചത് പെൺകുട്ടിയായിരിക്കും അല്ലെങ്കിൽ ആൺകുട്ടിയായിരിക്കും, പക്ഷെ നേരെ ഓപ്പോസിറ്റാണ് സംഭവിച്ചതെങ്കിൽ പലപ്പോഴും അത് കുട്ടിയെ ബാധിക്കുന്നൊരു വിഷയമായി മാറും. പെൺകുട്ടി ഉണ്ടാവാൻ വിചാരിച്ചിട്ട് ആൺകുട്ടിയാണ് ഉണ്ടായത്. ഇത്തരത്തിലുള്ള രണ്ട് മൂന്ന് തവണ നമ്മളിത് സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ കുട്ടിയിലെ ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, നമ്മളിപ്പോൾ നന്നായി സംസാരിക്കുന്ന, അച്ഛനും അമ്മയും നന്നായി മിങ്കിൾ ചെയ്യുന്ന ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് അത് സഹായകമാവും. നേരെ മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛനും അമ്മയും സംസാരിക്കാത്ത, അതായത് സംസാരം കുറവുള്ള ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് പതിയാകും. അപ്പോൾ അത്തരത്തിൽ എൻവിയോൺമെൻറ്റിന് ഡെവലപ്മെൻറ്റിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പോൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഹെറിഡിറ്റിയുടെയും എൻവിയോൺമെൻറ്റിൻ്റെയും ഫലമായി ഉണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പറയുന്നു ഡെവലപ്മെൻറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ മെച്യൂറേഷൻ ആൻഡ് ലേണിംഗ്. അതായത് മെച്യൂറേഷൻ്റെയും ലേണിങ്ങിൻ്റെയും ഫലമായിട്ടുണ്ടാകുന്നതാണ് ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. അതായത് നമ്മൾക്കുണ്ടാകുന്ന മെച്യൂരിറ്റി, നമ്മൾ പറയില്ലേ, ഈ കുട്ടിക്ക് നല്ല മെച്യൂർഡ് ആണ് കേട്ടോ, അതിനുള്ള എല്ലാ ഡെവലപ്മെൻറ്റും ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ഇതിന് മെച്യൂരിറ്റി ഇതിൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള മെച്യൂരിറ്റി ഈ കുട്ടിക്ക് ഇല്ലല്ലോ, അതിനനുസരിച്ചുള്ള ഡെവലപ്മെൻറ്റും ഈ കുട്ടിക്ക് കാണാനില്ല. അപ്പോൾ നമ്മൾ മെച്യൂരിറ്റിയും നമ്മുടെ ലേണിങ്ങും തമ്മിൽ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാകുമ്പോൾ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്ന പറഞ്ഞാൽ, അപ്പം നമ്മൾ മെച്യൂരിറ്റിക്ക് എത്തുന്നതിനനുസരിച്ച് നമുക്ക് എന്തുണ്ടാകുന്നു, ലേണിങ്ങും കൃത്യമായി നടക്കുന്നുണ്ടെങ്കിൽ ഡെവലപ്മെൻറ്റ് കൃത്യമായിട്ടുണ്ടാകുന്ന പറയുന്നത്. അതായത് ഡ്യൂറിങ് ഡെവലപ്മെൻറ്റ് ദ ഇൻഹറൻറ്റ് ട്രൈറ്റ്സ് ഇൻ ദ ഇൻഡിവിജ്വൽ ആർ അൺഫോൾഡഡ് ആൻഡ് ഹിസ് ബിഹേവിയർ ഈസ് മോഡിഫൈഡ് ആസ് എ റിസൾട്ട് ഓഫ് സം ട്രെയിനിങ്. അതായത് നമ്മളുടെ മെച്യൂറേഷൻ ചില സമയത്ത് ഇൻഹറൻറ്റ് റൈറ്റ്സ് എന്ന് പറയുന്നത് അൺഫോൾഡഡ് ആയിരിക്കും. അപ്പോൾ ആ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്തെടുക്കാനായിട്ട് ചില ട്രെയിനിങ്, അതായത് ഈ ലേണിങ്ങിലൂടെ സാധിക്കും. അതിലൂടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടെണ്ണം പറഞ്ഞു. ഡെവലപ്മെൻറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഹെറിഡിറ്റി ആൻഡ് എൻവിയോൺമെൻറ്റ്. ദ ഡെവലപ്മെൻറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ മെച്യൂറേഷൻ ആൻഡ് ലേണിംഗ്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വൺ ഈസ് ദ കണ്ടിന്യൂസ് ആൻഡ് ഗ്രാജുവൽ. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്, ഗ്രാജുവൽ ആണ്.
ഗ്രോത്തിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അതായത് ഡെവലപ്മെൻറ്റും എങ്ങനെയാണ്, കണ്ടിന്യൂസ് ആണ്. നമുക്ക് ഒരു ഡെവലപ്മെൻറ്റ് കഴിഞ്ഞാൽ അടുത്ത ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു. ഇനി ഈ ഒരു ഡെവലപ്മെൻറ്റ് കഴിയുന്നു എന്ന് പറയാനും പറ്റില്ല. ചിലപ്പോൾ നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൽ ഒരു മോഡിഫിക്കേഷൻ വേണ്ടി വരും. നമ്മൾ നേരത്തെ പറഞ്ഞു ലേണിങ്ങിലൂടെ പലതും നമ്മൾ മോഡിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൂടെ ഒരു മോഡിഫിക്കേഷൻ ആവശ്യമായി വരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡെവലപ്മെൻറ്റിൽ പിന്നെയും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ കണ്ടിന്യൂസ് ആണ്. അതോടൊപ്പം തന്നെ ഗ്രാജുവൽ ആണ്. എല്ലാ ഡെവലപ്മെൻറ്റും കൂടെ ഒരുമിച്ച് അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. ഓരോന്നും നമ്മൾ അറ്റൈൻ ചെയ്ത് വരുന്നു, അതിനോടൊപ്പം തന്നെ മറ്റൊന്ന് അറ്റൈൻ ചെയ്യുന്നു. ആ ഡെവലപ്മെൻറ്റ് എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. പതുക്കെ ഉണ്ടാവുള്ളൂ എല്ലാ ഡെവലപ്മെൻറ്റുകളും. ദെൻ നെക്സ്റ്റ് ആണ് ഫോളോസ് ഓർഡർലി സീക്വൻസ്. ഇതുപോലെ തന്നെയാണ് ഗ്രോത്തും പറഞ്ഞത്. ഗ്രോത്തിനും ഒരു ഓർഡർലി സീക്വൻസ് ഉണ്ട്. അതായത് ഇന്ന ഡെവലപ്മെൻറ്റ് കഴിയുമ്പോൾ അടുത്തതുണ്ടാകുന്നു. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ക്യുമുലേറ്റീവ് ആണ്, ഒന്നിനു മുകളിൽ മറ്റൊന്നുണ്ടാകുന്നു. അതായത് ഒരു ഡെവലപ്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ മറ്റേ ഡെവലപ്മെൻറ്റ് ഇല്ലാണ്ടാവല്ല ചെയ്യുന്നത്. ആ ഡെവലപ്മെൻറ്റ് നിലനിർത്തിക്കൊണ്ട് അടുത്തതൊന്നും ഉണ്ടാവുക ചെയ്യുന്നത്. അപ്പോൾ ഓർഡർലി സീക്വൻസും ആണ്, അതോടൊപ്പം തന്നെ ക്യുമുലേറ്റീവുമാണ്. ദെൻ ഇതിൽ നമ്മൾ ഈ ഓർഡർലി സീക്വൻസിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൽ വരുന്ന 2 കാര്യങ്ങളാണ്. അതായത് ഈച്ച് ചൈൽഡ് സ്റ്റാൻഡ് ബിഫോർ ഹി വോക്സ് ആൻഡ് ബേബീസ് ബിഫോർ ഹി ടോക്സ്. അതായത് എപ്പോഴും എന്താണ്, ഒരു കുട്ടി നടക്കുന്നതിന് മുമ്പ് എന്താ ചെയ്യുക, നിൽക്കാനാണ് ശ്രമിക്കുക, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഒരു ഓർഡർലി സീക്വൻസ് ഉണ്ടെന്ന്. അതായത് നടക്കുന്നതിന് മുമ്പ് കുട്ടി എന്ത് ചെയ്യുന്നു, നിൽക്കാനായിട്ട് പഠിക്കുന്നു. അതുപോലെ സംസാരിക്കുന്നതിന് മുമ്പും കുട്ടി എന്ത് തന്നെയാണ് ചെയ്യുന്നത്, നിൽക്കാനാണ് പഠിക്കുന്നത്. അതായത് ഓരോരോ ഇതുകൾ, ഇപ്പോൾ വാക്ക് ചെയ്യുന്നതിനോടൊപ്പം ചിലപ്പോൾ സംസാരിക്കാൻ തുടങ്ങും, ചിലപ്പോൾ അതിന് മുൻപായിരിക്കും കുട്ടി സംസാരിച്ചതിന് ശേഷമായിരിക്കും നടക്കുന്നത്. അത് ഓരോ കുട്ടിക്കും ഓരോ ഓർഡർലി സീക്വൻസിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുട്ടിയെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല, ഇന്ന കുട്ടിയെ പോലെ ആയില്ലല്ലോ എന്ന് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഓരോ കുട്ടികൾക്കും ഓരോരോ പാറ്റേൺ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ എങ്കിലും അതൊരു ഓർഡർലി സീക്വൻസിലായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത് 2 രീതിയിലാണ്. ഒന്ന് സെഫലോകോഡലും മറ്റൊന്ന് പ്രോക്സിമോഡിസ്റ്റലും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ്. എന്താണ് സെഫലോകോഡലും പ്രോക്സിമോഡിസ്റ്റലും? ഇനി എന്താണ് ഈ സെഫലോകോഡൽ എന്നും പ്രോക്സിമോഡിസ്റ്റൽ എന്നും പറയാം. സെഫലോകോഡൽ എന്ന് പറയുന്നത് നമുക്കുണ്ടാകുന്ന ഡെവലപ്മെൻറ്റ് ഹെഡ് ടു ഫൂട്ടാണ്. ഹെഡ് ടു ഫൂട്ട് എന്ന് പറയുന്നത് സെഫലോകോഡലാണ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നടക്കാനായിട്ട് നടക്കാൻ പഠിക്കുന്നതിന് മുൻപ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, ആദ്യം തന്നെ എന്താ ചെയ്യുക, കുട്ടിയുടെ തല ഉറച്ചിട്ടുണ്ടാവില്ല, അല്ലേ? തല ഉറക്കാണ്ട് വരുമ്പോൾ നമ്മൾ ഒരു കയ്യിൽ സപ്പോർട്ട് ചെയ്തിട്ടായിരിക്കും കുട്ടിയുടെ തല പിടിച്ചിട്ടുണ്ടാവുക. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ തല ഉറയ്ക്കുന്നു. ഓക്കെ, തല ഉറച്ചതിന് ശേഷം പിന്നീട് കുട്ടിയുടെ ബാക്ക് ബോൺ, അതായത് സെൻട്രൽ ആയിട്ടുള്ള പാർട്ട് ബാക്ക് ബോൺ ഉറയ്ക്കുന്നു. അതിനുശേഷം കുട്ടി എന്ത് ചെയ്യുന്നു, ഇരിക്കുന്നു. ഇരുന്നതിന് ശേഷം കുട്ടി നടക്കാനായിട്ട്, അതായത് പിടിച്ച് നിൽക്കാൻ തുടങ്ങുന്നു. അപ്പോൾ അവിടെ വരുന്ന വളർച്ച എങ്ങനെയാണ്, ഹെഡ് ടു ഫൂട്ടാണ്. അതായത് ഹെഡിന് ആദ്യം നിലനിൽപ്പ് ഉണ്ടാകുന്നു, അതായത് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു. അതിനുശേഷം ഒരു ഓർഡർലി സീക്വൻസിലാണ് പോകുന്നത്. ദെൻ നമുക്കൊരു ബാക്ക് ബോൺ ഉണ്ടാകുന്നു. ദെൻ ബാക്ക് ബോൺ അതായത് മസിൽസിനുണ്ടാകുന്നു. മസിൽസിനുണ്ടായതിനു ശേഷം കുട്ടി ഇരിക്കുന്നു. ഇരുന്നതിന് ശേഷം കുട്ടി നിൽക്കുന്നു. അപ്പോൾ ഹെഡ് ടു ഫൂട്ടിലേക്കാണ് എന്ത് വരുന്നത്, ആ ഒരു ഡെവലപ്മെൻറ്റ്, ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് സെഫലോകോഡലാണ്. അതാണ് ഹെഡ്, ആംസ്, ലെഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം തല, ദെൻ കൈകളിലേക്ക്, ദെൻ കാലുകളിലേക്ക്. അപ്പോൾ കുട്ടിയുടെ വളർച്ച എന്ന് പറയുന്നത്, ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് സെഫലോകോഡലായിട്ടാണ് നടക്കുന്നത്. ഇത് ഹെഡ് ടു ഫൂട്ടാണ് നടക്കുന്നത്. ഇനി അടുത്തതാണ് സെൻട്രൽ ടു പെരിഫറി, ദാറ്റ് ഇസ് എ പ്രോക്സിമോ ഡിസ്റ്റൽ. അതായത് പ്രോക്സിമോ ഡിസ്റ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, സെൻട്രൽ ടു പെരിഫറി, ആ ഒരു ഡയറക്ഷനിലാണ് വളർച്ച ഉണ്ടാകുന്നത്. അപ്പോൾ 2 ഡയറക്ഷനാണ്, സെഫലോകോഡൽ ഡയറക്ഷനും സെൻട്രൽ ടു പെരിഫറി ഡയറക്ഷനും. അപ്പോൾ ഈ സെൻട്രൽ ടു പെരിഫറി ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്, കുട്ടി ഗ്രാസ്പ് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, പല കാര്യങ്ങളും കുട്ടി ഗ്രാസ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചെറിയൊരു കുട്ടിയുടെ മുൻപിൽ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് അത് എടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ആ കുട്ടി കൈ വെച്ചെടുക്കുന്നതിന് പകരം എന്താ ചെയ്യുക, റോൾ ചെയ്ത് പോയിട്ട് എടുക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എഴഞ്ഞ് പോയിട്ട് എടുക്കുക. അപ്പോൾ ഫുൾ ബോഡി കുട്ടി യൂസ് ചെയ്തിട്ടാണ് പോകുന്നത്. അറിയില്ല, ഇങ്ങനെ കൈ നീട്ടിയെടുത്ത് കഴിഞ്ഞാൽ അത് എടുക്കാൻ പറ്റുമെന്ന് കുട്ടിക്ക് അറിയില്ല. കുട്ടി റോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ എഴഞ്ഞിട്ട് പോയിട്ട് എടുത്തിട്ട് വരും. പക്ഷേ എടുക്കുന്നതിനും ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും, 2 കൈകൾ കൊണ്ട് മൊത്തത്തിലായിരിക്കും എടുക്കുന്നുണ്ടാവുക. അതായത് ഒറ്റ കൈ കൊണ്ട് എടുക്കാൻ പറ്റും എന്നുള്ള ഒരു അറിവായിട്ടില്ല. അപ്പോൾ 2 കൈകൾ കൊണ്ട് കൂട്ടിയെടുക്കുന്നു. ദെൻ പിന്നീട് വളർന്നു കഴിയുമ്പോൾ, അതായത് കുറച്ചുകൂടെ വളർന്നു കഴിയുമ്പോൾ ഈ റോളിംഗ് നിർത്തുന്നു, മുട്ടിൽ പോയിട്ട് എഴഞ്ഞിട്ട് എടുക്കുന്നു. അപ്പോഴും ചിലപ്പോൾ 2 കൈ ആയിരിക്കാം. പിന്നെ അത് കഴിഞ്ഞ് നടന്നു പോയി എടുക്കുന്നു. അപ്പോൾ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ കുട്ടികളെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും നമുക്കൊരു ലാർജ് മസിൽസിൻ്റെ ഉപയോഗം കുറഞ്ഞിട്ട് ഫൈൻ മോട്ടോർ സ്കിൽസ് കുട്ടി ഡെവലപ്പ് ചെയ്യുന്ന കാണാൻ പറ്റും. അതായത് 2 കൈ കൊണ്ട് എടുത്തൊരു കുട്ടി ഒറ്റ കൈ കൊണ്ട് അല്ലെങ്കിൽ
4 വിരലുകൾ കൊണ്ട് അല്ലെങ്കിൽ 5 വിരലുകൾ കൊണ്ടൊക്കെ എടുക്കുന്നത് കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും, ഇത് പിക്ക് ചെയ്യുന്ന കാണാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ഒരു മാറ്റം കുട്ടിക്ക് ഉണ്ടാകുന്നു. അതായത് ഗ്രാസ്പിങ്ങിൽ ആ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതായത് സെൻട്രൽ ടു പെരിഫറിയിലേക്ക് പോവുകയാണ്. അതായത് മൊത്തത്തിൽ നമ്മൾ സെൻട്രലൈസ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾ ഓരോരോ പാർട്ടിലേക്ക് കുട്ടി എന്ത് ചെയ്യും, സ്പെസിഫൈ ചെയ്ത് പോകാനായിട്ട് തുടങ്ങും. അതാണ് പറയുന്നത്, ആംസിലേക്ക് വരുന്ന കാര്യം ഹാൻഡ്സിലേക്ക് വരുന്നു, ദെൻ ഹാൻഡ്സിൽ നിന്ന് അത് ഫിംഗേഴ്സിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ ഫൈൻ മൂവ്മെൻറ്റ്സ് ഒക്കെ പഠിക്കുന്നത്, ഫൈൻ മോട്ടോർ സ്കിൽസ് ഒക്കെ പഠിക്കുന്നത് ഈ പ്രോക്സിമോ ഡിസ്റ്റൽ എന്ന് പറയുന്ന ഒരു ഡയറക്ഷൻ ഉള്ളത് കൊണ്ടാണ്. ആ ഒരു ഡെവലപ്മെൻറ്റ് കുട്ടിയിൽ ഉണ്ടാകുന്നുണ്ട് എന്നാണ് അതിനർത്ഥം. നേരെ മറിച്ച് കുട്ടിക്ക് അങ്ങനെ ഒരു ഫൈൻ മോട്ടോർ സ്കില്ല് ഉണ്ടാകുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്താണ്, ആ കുട്ടിക്ക് പ്രോക്സിമോ ഡിസ്റ്റൽ ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഓർഡർലി സീക്വൻസിൽ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ, കുട്ടിക്ക് ഉണ്ടാകുന്ന ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് 2 ഡയറക്ഷനിലാണ് പോകുന്നത്, സെഫലോ കോഡലും പ്രോക്സിമോ ഡിസ്റ്റലും. സെഫലോ കോഡൽ എന്ന് പറയുന്നത് ഹെഡ് ടു ഫൂട്ടായിട്ടുള്ള ഡയറക്ഷനും, ദെൻ പ്രോക്സിമോ ഡിസ്റ്റൽ എന്ന് പറയുന്നത് സെൻട്രൽ ടു പെരിഫറി ആയിട്ടുള്ള ഡയറക്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ക്യുമുലേറ്റീവ് ആൻഡ് പോസിറ്റീവ്. നേരത്തെ പറഞ്ഞാൽ ക്യുമുലേറ്റീവും പോസിറ്റീവാണ്, ഒരു വളർച്ച കഴിയുന്നു അതിൻ്റെ മുകളിൽ വരുന്നു. അപ്പോൾ അതുകൊണ്ടൊപ്പം തന്നെ പോസിറ്റീവാണ്, നെഗറ്റീവ് അല്ല, ഒന്നും നഷ്ടപ്പെടുന്നില്ല, എല്ലാം കൂട്ടി കൂട്ടി പോവുകയാണ്. അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ആസ്പെക്റ്റുകളാണ് ഡെവലപ്മെൻറ്റിൽ ഉണ്ടാകുന്നത്. ദെൻ ഇൻഡിവിജ്വലൈസ്ഡ് പ്രോസസ്സാണ്. നേരത്തെ ഗ്രോത്തിൻ്റെ കേസ് പറഞ്ഞ പോലെ നോട്ട് യൂണിഫോം ആണ്. ഇൻഡിവിജ്വലൈസ്ഡ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, യൂണിഫോം അല്ല, എല്ലാവരിലും ഒരുപോലെയല്ല ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക. ഓരോ വ്യക്തിയിലും ഓരോ രീതിയിലായിരിക്കും ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക. ചിലർക്ക് മോറൽ ഡെവലപ്മെൻറ്റ് വളരെയധികം കൂടുതലായിരിക്കും, ചിലർക്ക് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് കൂടുതലായിരിക്കും. അത് ഓരോ വ്യക്തിയെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട് എന്നാണ് അതിനർത്ഥം. ഉണ്ട് എന്നർത്ഥമല്ല, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇൻഡിവിജ്വലൈസ്ഡ് പ്രോസസ്സാണ്. ഒരു വ്യക്തിയിലുണ്ടാകുന്ന ഡെവലപ്മെൻറ്റ് മറ്റൊരാളിൽ കൂടിയോ കുറഞ്ഞോ ഇല്ലാതെയോ കാണാം. അത് പറയാൻ പറ്റില്ല, ഓരോ വ്യക്തിയെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിനൊക്കെ ഹെറിഡിറ്റിയും എൻവിയോൺമെൻറ്റും മെച്ചുറേഷനും ലേണിംഗ് ഒക്കെ ഓരോ ഫാക്ടേഴ്സാണ് ഈ ഡെവലപ്മെൻറ്റ് കൂടാനും കുറയാനും ഇല്ലാതാകാനൊക്കെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ജനറൽ ടു സ്പെസിഫിക് ആണ്. ജനറൽ ടു സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ആദ്യം ജനറലായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ അക്വയർ ചെയ്യുന്നുണ്ട്, അതാണ് കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നത്. അതായത് ജനറലായിട്ട് നമുക്ക് കുറേ കാര്യം കിട്ടുന്നു, പിന്നീട് അത് സ്പെസിഫൈ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതായത് ഓരോ സമയത്തും നമ്മൾ അക്വയർ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ്, മാസ് ഡിഫറൻസിയേഷൻ ആൻഡ് ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു പ്രിൻസിപ്പിളാണ് ഡെവലപ്മെൻറ്റ് ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടി എന്താണ്, വളരെ ജനറൽ ആയിട്ടുള്ള അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഡിഫ്യൂസ്ഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റുകളൊക്കെ കാണിക്കുക അല്ലേ. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം എടുക്കണം എന്നുണ്ടെങ്കിൽ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേഗം പോയി സ്ട്രെയിറ്റ് പോയി അതെടുത്തിട്ട് വരും. ഇത് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും അറിയില്ല. കുട്ടി അപ്പോൾ എന്താണ്, നമ്മളൊന്നും കരുതാത്തൊരു വഴിയിലൂടെയൊക്കെ പോയിട്ടായിരിക്കും ആ സാധനങ്ങളൊക്കെ എടുക്കുക. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, കുട്ടി കുറച്ചുകൂടെ സെലക്റ്റഡ് ആകും. ഗ്രാജുവലി ബിക്കം മോർ സെലക്റ്റഡ്, സ്പെസിഫിക് ആൻഡ് റിഫൈൻഡ്, ആൻഡ് ലേറ്റർ ദ ചൈൽഡ് ഷോസ് ഗോൾ ഡയറക്റ്റഡ് റെസ്പോൺസസ്. അതായത് ആദ്യം അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഡിഫ്യൂസ്ഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് കാഴ്ചവെച്ചൊരു കുട്ടി പിന്നീട് എന്താണ്, ഗോൾ ഡയറക്റ്റഡ് ആയിട്ടുള്ള റെസ്പോൺസുകൾ കാഴ്ചവെക്കാൻ തുടങ്ങും. അതായത് മോർ സെലക്റ്റഡ് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള റിഫൈൻഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റുകൾ കാഴ്ചവെക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അവിടെ എന്താണ്, ജനറൽ ടു സ്പെസിഫിക് ആണ്. ആദ്യം ജനറൽ ആയിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ പിന്നീട് സ്പെസിഫിക് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിലേക്ക് വഴിമാറുന്നു. ഈ നെക്സ്റ്റ് ആണ് ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെൻറ്റ്സ് ആർ ഇൻ്റർ റിലേറ്റഡ്. അതായത് ഓരോ ഡെവലപ്മെൻറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണ്. അതായത് ഒരു ഡെവലപ്മെൻറ്റ്, ഇപ്പോൾ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായി കഴിഞ്ഞു എന്ന് വെച്ചിട്ട് മെൻ്റൽ ഡെവലപ്മെൻറ്റ് യാതൊരു ബാധകമല്ല, അല്ലെങ്കിൽ അതൊന്നും സോഷ്യൽ ഡെവലപ്മെൻറ്റിന് ആവശ്യമില്ല, അങ്ങനെയല്ല. ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് മെൻ്റൽ ഡെവലപ്മെൻറ്റിനെയും സോഷ്യൽ ഡെവലപ്മെൻറ്റിനെയും ഇമോഷണൽ ഡെവലപ്മെൻറ്റിനെയും ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മെൻ്റൽ ഡെവലപ്മെൻറ്റ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റിനെയും സോഷ്യൽ ഡെവലപ്മെൻറ്റിനെയും ഇമോഷണൽ ഡെവലപ്മെൻറ്റിനെയും ബാധിക്കും. അപ്പോൾ എന്തൊരു ഡെവലപ്മെൻറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർ റിലേറ്റഡും ഇൻ്റർ ഡിപ്പെൻഡൻറ്റും ആണ്. ഓക്കെ, ഇപ്പോൾ ഒരു ഹെൽത്തി ബോയ്, അതായത് അവൻ്റെ ഹെൽത്തി മൈൻഡ് ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കണം. അതുപോലെ അതായത് ഒരു ഹെൽത്തി മൈൻഡ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്താണ്, ഇമോഷണലി സ്റ്റേബിളും സോഷ്യലി കോൺഷ്യസ് പേഴ്സണാലിറ്റി ആകും. നേരെ മറിച്ച് അവൻ്റെ മെൻ്റൽ സ്റ്റേറ്റ് തീരെ ശരിയല്ല, അവന് മെൻ്റൽ ഡെവലപ്മെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അവന് സോഷ്യൽ ഡെവലപ്മെൻറ്റ് എങ്ങനെയുണ്ടാകും, ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് എങ്ങനെയുണ്ടാവും, അതും ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ഇപ്പോൾ ഫിസിക്കലി പ്രോബ്ലം ഉള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചില ആസ്പെക്റ്റിൽ ഇപ്പോൾ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ചിലപ്പോൾ സ്റ്റേബിൾ ആകണം എന്നില്ല, ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഇതായിട്ടുള്ള. അതുപോലെ തന്നെ ചില സമയത്ത് ആ കുട്ടിയുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റും പൂർണ്ണമായിട്ടും നടക്കണം എന്നില്ല. അപ്പോൾ ഓരോ ഡെവലപ്മെൻറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർ റിലേറ്റഡും ഇൻ്റർ ഡിപ്പെൻഡൻറ്റും ആണ്. ഓക്കെ, അപ്പോൾ ഒന്നും ഇൻ്റർ റിലേറ്റഡ് അല്ല എന്ന് പറയാൻ പറ്റില്ല. നെക്സ്റ്റ് ആണ് പ്രെഡിക്റ്റബിൾ ആണ്.
അപ്പോൾ പ്രെഡിക്റ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ഗ്രോത്ത് റേറ്റ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രെഡിക്റ്റ് ചെയ്യാം ഈ കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് ഇങ്ങനെയാകാമെന്ന്, നമുക്ക് അതിൻ്റെ റേഞ്ച് എത്രയാകാമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഡെവലപ്മെൻറ്റ് ഈ സ്പൈറൽ ആൻഡ് നോട്ട് ലീനിയർ. ഈ ലീനിയറും സ്പൈറലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ സ്പൈറൽ ബൈൻഡിങ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സ്പൈറൽ ബൈൻഡിങ് എങ്ങനെയാണ്, ഒന്നിൻ്റെ മുകളിലേക്ക് ചുറ്റി പോകുന്നൊരവസ്ഥയാണ് അല്ലേ. ലീനിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, നേരെ പോകുന്നത്, തിരശ്ചീനമായിട്ട് പോകുന്നതാണ്. അപ്പോൾ സ്പൈറലാണ് എന്ത്, ഡെവലപ്മെൻറ്റ്. എന്തുകൊണ്ടാണ് സ്പൈറൽ എന്ന് പറയുന്നത്, ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിലേക്ക് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ദ ചൈൽഡ് മേക്സ് അഡ്വാൻസ്മെൻറ്റ് ഡ്യൂറിങ് എ പർട്ടിക്കുലർ പീരീഡ് ഫോളോഡ് ബൈ എ പീരീഡ് ഓഫ് റെസ്റ്റ് ടു കൺസോളിഡേറ്റ് ഹിസ് ഡെവലപ്മെൻറ്റ് അച്ചീവ്ഡ് ടിൽ ദെൻ. ഓരോ പീരീഡിലും കുട്ടി എന്ത് ചെയ്യണം, അച്ചീവ്മെൻറ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്ര നടത്തണം, എങ്ങനെ നടത്തണം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് കുട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള രീതിയിലല്ല പോകുന്നത്. ഓരോ ഏജ് കഴിയുമ്പോഴും കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് കൂടി വരികയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെൻറ്റിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ മെച്യൂറേഷൻ ആൻഡ് ലേണിങ്ങും, അതുപോലെ ഡെവലപ്മെൻറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്. കണ്ടിന്യൂസ് ആണ്, ഗ്രാജുവൽ ആണ്. ദെൻ ഓർഡർലി സീക്വൻസ് ഉണ്ട്, ക്യുമുലേറ്റീവും പോസിറ്റീവും ആണ്, ഇൻഡിവിജ്വലൈസ്ഡ് പ്രോസസ്സാണ്, ജനറൽ ടു സ്പെസിഫിക് ആണ്. ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെൻറ്റ് ആർ ഇൻ്റർ റിലേറ്റഡ്, ദെൻ പ്രിഡിക്റ്റബിൾ ആണ്, സ്പൈറൽ, നോട്ട് ലീനിയർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് പറയാനുള്ളത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡെവലപ്മെൻറ്റ്. ഡെവലപ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് പറയുന്നത്. അതിൽ ആദ്യത്തേതാണ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്. ഒബ്വിയസ്ലി ഹെറിഡിറ്റി എൻവയോൺമെൻറ്റും നമ്മുടെ ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നു, നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ദെൻ മെച്യൂറേഷൻ ആൻഡ് ലേണിംഗ്, അതും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പ്രിൻസിപ്പിളിൽ. മെച്യൂറേഷനും ലേണിങ്ങും നമ്മുടെ ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടേഴ്സാണ്. ഇത് രണ്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ, ഇത് രണ്ടും കൃത്യമായി നടക്കുന്നില്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് പോസിബിൾ ആകാൻ ബുദ്ധിമുട്ടായിരിക്കും. ദെൻ ന്യൂട്രീഷൻ, നമ്മളുടെ ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ദെൻ ലേണിംഗ്, നേരത്തെ പറഞ്ഞു മെച്യൂറേഷൻ ലേണിങ്ങിൽ പറഞ്ഞു. ദെൻ ലേണിംഗ്, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ. ദെൻ എക്സസൈസ്, ഇപ്പോൾ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമോഷണൽ ഡെവലപ്മെൻറ്റിൽ ഒക്കെ എക്സസൈസിനൊരു ഭാഗമുണ്ട്. അപ്പോൾ എക്സസൈസും ഇതുപോലൊരു ഭാഗമാണ്. ദെൻ സെക്സ് എങ്ങനെയാണ്, സെക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് മെയിലും ഫീമെയിലും എൻ്റെ ഗ്രോത്ത് റേറ്റിൽ ഒരുപാട് വ്യത്യാസമുണ്ട്, ഡെവലപ്മെൻറ്റിലും ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരുപാട് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചെറുപ്പ കാലഘട്ടത്തിൽ ജനിച്ചൊരു കുട്ടി ആൺകുട്ടിയാണെങ്കിൽ കുറച്ച് നീളത്തിലും അതുപോലെ എന്താണ് ലെങ്ത്തിലൊക്കെ കുറച്ച് വ്യത്യാസമുണ്ടെന്നാണ് പറയുന്നത്. പെൺകുട്ടികളെക്കാളും കൂടുതൽ ആൺകുട്ടികൾക്കാണ് ഉണ്ടാകുന്നതെന്നാണ് കണ്ടുവരുന്നത്. പിന്നെ ഒരു അഡോൾസൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പെൺകുട്ടികൾ പെട്ടെന്ന് വളർച്ചയിലേക്ക് എത്തുന്നത് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അവർക്കൊരു പെട്ടെന്ന് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ ആൺകുട്ടികൾക്ക് കുറച്ച് ഗ്രാജുവൽ ആയിരിക്കും ആ സമയത്ത്, ഇപ്പോൾ ഹൈറ്റ് ആണെങ്കിലും വെയിറ്റ് ആണെങ്കിലും. പക്ഷേ പെൺകുട്ടികളിൽ എന്താണ്, ഹൈറ്റും വെയിറ്റും ഒക്കെ പെട്ടെന്ന് ഉണ്ടാകും, ബോഡിയിലൊക്കെ പെട്ടെന്ന് മാറ്റങ്ങൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് വളരെയധികം മാറ്റം വരുന്നൊരു കാണാനായിട്ട് സാധിക്കും. അതാണ് ഇപ്പോൾ സെക്സ് ആയിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പോൾ മാരേജിൻ്റെ ഒരു ഇതെടുക്കുകയാണെങ്കിൽ ആൺകുട്ടികൾക്ക് ഏജ് കൂടുതലും പെൺകുട്ടികൾക്ക് കുറവായിട്ട് കല്യാണം കഴിക്കുന്നത്. അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നതിന് കാരണം പെട്ടെന്ന് ഇപ്പോൾ പെൺകുട്ടികൾക്ക് ഇമോഷണലി ആണെന്നുണ്ടെങ്കിലും അതുപോലെ സോഷ്യലി ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഡെവലപ്മെൻറ്റുകൾ ഉണ്ടാകും. അതായത് അവർക്ക് പെട്ടെന്ന് തന്നെ അത് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ആൺകുട്ടികൾക്ക് ഇത്തിരി ഗ്രാജുവൽ ആയിട്ടാണ് അത് ഉണ്ടാകുന്നത്, അതായത് കുറച്ച് സ്ലോ ആയിട്ടാണ്. അപ്പോൾ സെക്സ് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒരേ ഏജിലുണ്ടെങ്കിലും അവരെ രണ്ടുപേരെയും കമ്പയർ ചെയ്ത് അറിയാൻ പറ്റും രണ്ടു പേർക്കുണ്ടാകുന്ന ഡെവലപ്മെൻറ്റുകൾ. അതായത് ഓരോരോ ആസ്പെക്റ്റുകൾ എടുത്തിട്ട്, ഇപ്പോൾ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, അതുപോലെ സോഷ്യൽ ഡെവലപ്മെൻറ്റ്, മോറൽ ഡെവലപ്മെൻറ്റ്, വാല്യൂ ഡെവലപ്മെൻറ്റ്, ഇതൊക്കെ തന്നെയും വളരെയധികം ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉള്ളത് കൊണ്ടുമാണ്. പിന്നെ ഈ സെക്സിൻ്റെ ഒരു അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ദെൻ ഇപ്പോൾ നമ്മൾ ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻവയോൺമെൻറ്റ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റും എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റും ഒരേപോലെ തന്നെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നുണ്ട്. അതായത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ്, അതായത് അമ്മ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന അന്ന് മുതൽ തൊട്ട് കുട്ടിക്ക് ഉണ്ടാകുന്ന പല കാര്യങ്ങളും കുട്ടിയുടെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ കുട്ടി പുറത്തേക്ക് വന്നു കഴിയുമ്പോഴും ഒരുപാട് ബാധിക്കുന്നുണ്ട്. ദെൻ റേസ്, അതുപോലെ നമ്മുടെ കൾച്ചർ, നമ്മുടെ ക്ലൈമറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡെവലപ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിന്ന് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്, നമുക്കിന്ന് മനസ്സിലാക്കാനുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് ഗ്രോത്ത് എന്താ, ഡെവലപ്മെൻറ്റ് എന്താ, ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് പറഞ്ഞു, പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെൻറ്റ് പറഞ്ഞു, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡെവലപ്മെൻറ്റ് പറഞ്ഞു.
ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്.